ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്, ചൗരി പായസം. ഇത് ചൗരി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടുകൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചൗരി പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 10-12 കാഷ്നട്ട് ഉണ്ട്. അതൊന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് നിറം മാറി വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നിറം മാറി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കിസ്മിസാണ്. ഇത് ഒരു പിടി അളവിനുണ്ടാകും. നമുക്ക് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്രൗണോ ഏതാണെങ്കിലും നമുക്ക് കിസ്മിസ് എടുക്കാം. ഇനി അതും കൂടി നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. കിസ്മിസും കാഷ്നട്ടും പാകത്തിനായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നെയ്യിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പായസത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചൗരിയാണ്. ചൗരി 1/2 കപ്പ് അളവിന് ചൗരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി 1/4 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഒരു 2 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഒരു നെയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചൗരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ചവരി നമുക്ക് നെയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ചവരി 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് 3/4 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്ത് 1/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ചേർത്ത് കൊടുക്കും. ബാക്കിയുള്ള പാല് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഫ്ലെയിം കൂട്ടിയിട്ട് ഇത് തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. പാല് തിളച്ച് തുടങ്ങിയ ശേഷം ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 മണിക്കൂർ ചവരിയൊക്കെ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അത് നല്ല സോഫ്റ്റാണ്. ഇനി ഈ പാലിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ചവരിയിലോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 6 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ആ ഒപ്പം തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിന് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ പായസത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നേരത്തെ നമ്മൾ ഒരു 1/4 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് കുങ്കുമപ്പൂം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ചെറിയൊരു കളറ് കിട്ടാനും അതുപോലെ ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പം നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി അനുസരിച്ച് കുറച്ചുകൂടി പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മിസും തയ്യാറാക്കിയ ഈ ഒരു ചവരി പായസത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു ചവരി പായസം അല്പസമയം ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കാരണം ആ ഒരു പാലിൻ്റെയും നെയ്യുടെയൊക്കെ ഫ്ലേവർ ചവരിയിലോട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് സമയം വേണം. അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുത്ത ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചവരി പായസം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്